നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇനി കേരളത്തിലെ CPM നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി VS അച്യുതാനന്ദൻ എന്ന വിഗ്രഹത്തെ എങ്ങനെ മറികടക്കുക എന്നതായിരിക്കും. ജീവിച്ചിരിക്കുന്ന അച്യുതാനന്ദനെ മറികടക്കാൻ പിണറായി വിജയനും CPM-നും കഴിഞ്ഞു. എന്നാൽ മരിച്ച അച്യുതാനന്ദനെ മറികടക്കാൻ CPM-നും പിണറായി വിജയനും കഴിയില്ല എന്നാണ് CPM അണികൾ തന്നെ വിശ്വസിക്കുന്നത്. അവസാനമായി VS-നെ ഒരു നോക്കു കാണാൻ ഒഴുകിയെത്തിയ ജനസഞ്ചയം സാക്ഷ്യപ്പെടുത്തുന്നത് VS അച്യുതാനന്ദൻ തന്നെയാണ് അവസാനത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നാണ്. ഇത് പാർട്ടി അണികളും വിശ്വസിക്കുന്നു. AKG, EMS, നയനാർ, അച്യുതാനന്ദൻ ഈ 4 പേരോടുകൂടി കേരളത്തിലെ സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ തലമുറ അസ്തമിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരിൽ പാർട്ടിയുടെ നേതാക്കൾ വരെയുണ്ട്. അതുകൊണ്ട് VS-നെ എങ്ങനെ മറികടക്കുക, VS-ൻ്റെ സ്മരണകളെ എങ്ങനെ മറികടക്കുക എന്നതായിരിക്കും ഇനി CPM നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളി. ഒരുപക്ഷെ UDF ഉയർത്തുന്ന വെല്ലുവിളിയേക്കാൾ BJP ഉയർത്തുന്ന വെല്ലുവിളിയേക്കാൾ CPM നേരിടേണ്ടി വരിക VS അച്യുതാനന്ദൻ എന്ന വെല്ലുവിളിയായിരിക്കും. മരിച്ച VS ജീവിച്ചിരിക്കുന്ന VS-നേക്കാൾ പ്രാധാന്യമുള്ളയാളും ശക്തനും ജനപിന്തുണയുമുള്ളയാളാണ്. ഇത് CPM-നെ തെല്ലൊന്നുമല്ല വിഷമത്തിലാക്കുന്നത്. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്ലെങ്കിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പോരാളി VS അച്യുതാനന്ദൻ എന്ന ആ മുദ്രാവാക്യം വിളി പോലും ഇപ്പോൾ CPM-നെ അലോസരപ്പെടുത്തുന്നുണ്ട്, പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നുണ്ട്. പാർട്ടിയുടെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖവും ഇല്ലാതായി എന്നാണ് പാർട്ടി അണികളും നേതാക്കളും വിശ്വസിക്കുന്നത്. ഇനി എന്തു പറഞ്ഞ് കേരളത്തിലെ CPM ജനങ്ങളെ നേരിടും? അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ പ്രകൃതിയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും സ്ത്രീപീഡകർക്കെതിരെയുമെല്ലാം നിരന്തരം ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖം ഏതാണ് ഇനി കേരളത്തിൽ എന്നുള്ള ചോദ്യമാണ് പാർട്ടി അണികൾ ഉയർത്തുന്നത്. വലിയ ആശയദാരിദ്ര്യത്തിലേക്കും നേതൃദാരിദ്ര്യത്തിലേക്കുമാണ് VS-ൻ്റെ തിരോധാനം CPM-നെ തള്ളിവിട്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള CPM നേതാക്കളിൽ ആർക്കും VS-ൻ്റെ അത്ര ജനപിന്തുണയില്ല എന്ന് മാത്രമല്ല VS എന്ന വിഗ്രഹത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും അവർക്ക് കഴിയുകയുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മനസ്സിലായത് അതുതന്നെയാണ്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളെല്ലാം VS എന്ന സൂര്യൻ്റെ പ്രഭയ്ക്ക് മുന്നിൽ നിഷ്പ്രഭരാണ്. അതുകൊണ്ട് വരും തെരഞ്ഞെടുപ്പുകളിലെല്ലാം, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലോ അല്ല, അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജനങ്ങളിലെ മുന്നിലേക്ക് വയ്ക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖം ഇനി CPM-നില്ല എന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. CPI-ക്ക് പണ്ട് TV തോമസും CH മേനോനുമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ അതേ പ്രതിസന്ധി ഇപ്പോൾ VS-ൻ്റെ നിര്യാണത്തോടെ CPM-ഉം അനുഭവിക്കുന്നു. ഗൗരി അമ്മയെ പോലുള്ള ആളുകൾ നേരത്തെ തന്നെ പാർട്ടി വിട്ടുപോയി. ഇനി അവശേഷിച്ച ആളായിരുന്നു VS അച്യുതാനന്ദൻ. അച്യുതാനന്ദനും നിഷ്ക്രമിക്കുമ്പോൾ ചരിത്രത്തിലേക്ക് മറിയുമ്പോൾ ഇനി എന്താണ് ജനങ്ങളിലേക്ക് മുന്നിലേക്ക് വയ്ക്കാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മുഖം? അഴിമതിരഹിതനായ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, എവിടെ ജനങ്ങളുടെ ശബ്ദം ഉയരുന്നുവോ അവിടെ ഓടിയെത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇനി ആരാണ്? അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ മുന്നിലേക്ക് വയ്ക്കാൻ ഇനി CPM-ൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് VS-നെ മറികടന്ന് മുന്നോട്ട് പോകുക എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമായി മാറിക്കഴിഞ്ഞു. VS-ൻ്റെ സ്മരണകളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പോരാട്ടം മാത്രമേ ഇനി CPM-ന് കേരളത്തിൽ സാധിക്കുകയുള്ളൂ എന്നാണ് CPM-ൻ്റെ പ്രമുഖ നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പോലും രഹസ്യമായി പറയുന്നത്. കാരണം അത്രയേറെ ചൈതന്യവത്തായൊരു ബിംബമായിരുന്നു CPM-നെ സംബന്ധിച്ചിടത്തോളം VS അച്യുതാനന്ദൻ. അതുകൊണ്ട് വരും തെരഞ്ഞെടുപ്പിലെല്ലാം VS-നെ CPM-ൻ്റെ ബിംബമായി VS-ൻ്റെ സ്മരണകളെ മഹത്തരമായി ഉയർത്തിപ്പിടിക്കുക മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള CPM-ൻ്റെ ഏക ആയുധമെന്ന് പാർട്ടി നേതാക്കൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.